ഹലോ നമസ്കാരം. ലോകത്തിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിംഗ് സ്റ്റാച്യു കാണാനാണ് നമ്മൾ പോകുന്നത്. ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ ശംഷാബാദിനടുത്തായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. ഇത് മെയിൻ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റേഴ്സ് കാണും. അപ്പോൾ നമ്മൾ അതിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുന്നു. നമ്മൾ എത്തിയത് ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ. ഈവനിങ് ടൈമിലാണ് നമ്മൾ എത്തിയത്. ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് ഇതിനകത്ത് അതിനുള്ളിലോട്ട് മൊബൈൽസും കാര്യങ്ങളും ഒന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ ഇതിന് പുറമേയുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഏകദേശം 1000 കോടി ചെലവിൽ നിർമ്മിച്ച വലിയൊരു പ്രൊജക്റ്റാണിത് കേട്ടോ. 2014 ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ 2022 ഫെബ്രുവരിയോടുകൂടിയാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇത് രാജ്യത്തിന് സമർപ്പിച്ചത്. 11-ാം നൂറ്റാണ്ടിലെ മഹാനായ വൈഷ്ണവ സന്യാസിയായിരുന്നു ശ്രീ രാമാനുജ ആചാര്യ. അവരുടെ സ്മരണാർത്ഥമാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. ഈ വലിയ കാണുന്ന പ്രതിമ പഞ്ചലോഹങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന് ചുറ്റും 108 ദിവ്യ ദേശങ്ങൾ, വിഷ്ണു ക്ഷേത്രങ്ങളുടെ മാതൃകകളുണ്ട്. അത് നമുക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല. ഇതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ നമ്മളത് കാണാൻ പറ്റുള്ളൂ. അതിനകത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം 11 ക്ഷേത്രങ്ങളോടും കേരളത്തിൽ വരുന്നതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ അതിൽ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ ദിവസവും ഫൗണ്ടൈൻ ഷോ, ലേസർ ഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിലായിട്ട് ഒരു മെഡിറ്റേഷൻ സെൻറ്റർ ഉണ്ട് കേട്ടോ. അതുപോലെ മ്യൂസിയം. മെഡിറ്റേഷൻ സെൻറ്ററിൽ രാമാനുജാചാര്യയുടെ തന്നെ 120 കിലോഗ്രാംസ് ഓഫ് ഗോൾഡിലുണ്ടാക്കിയ ഒരു ഐഡൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ എൻട്രി ഫീസ് ഏകദേശം 250 റുപ്പീസാണ്. അപ്പോൾ നമ്മൾ എൻട്രി ഫീസ് എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഡ്രോപ്പ് ചെയ്യണം. മൊബൈലാണെങ്കിലും ക്യാമറയാണെങ്കിലും ഒന്നും ഇതിനുള്ളിലേക്ക് അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞു. ക്ഷേത്രം ദിവ്യദേശങ്ങൾ എന്ന് പറഞ്ഞാൽ 108 ക്ഷേത്രങ്ങളൊക്കെ കണ്ടു തൊഴുതതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. അതുമാത്രമല്ല, നമ്മളൊരു ഫൗണ്ടൻ ഷോ കൂടെ അതിനുള്ളിൽ വെച്ച് തന്നെ നമ്മൾ കണ്ടു കേട്ടോ. നമുക്കിനിയിപ്പം പുറത്തിരുന്നിട്ടും നമുക്ക് ഈ ലേസർ ഷോ ഒക്കെ കാണാൻ പറ്റും. ബിക്കോസ് ഇവിടെ വലിയൊരു സ്പേസാണ്. എസ്പെഷ്യലി ഇതിപ്പോൾ ഒരു സൺസെറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര നല്ലൊരു ഫീലാണ് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ ഒരു ലേസർ ഷോ നടക്കുന്നത്. ആ ഒരു സിറ്റിംഗ് സ്റ്റാച്യൂയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിലിരുന്ന് കഴിഞ്ഞാലും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഹൈദരാബാദിൽ വന്നാൽ ഒരു മസ്റ്റ് വിസിറ്റാണ് കേട്ടോ ഈ ഒരു സ്പേസ്. നല്ലൊരു ആംബിയൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈവനിങ് പോവുകയാണെങ്കിൽ നല്ലൊരു സൺസെറ്റൊക്കെ കാണാം. നമ്മുടെ ഹൈദരാബാദ് വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.